ബ്രൂവറി വിവാദം വിടാതെ പ്രതിപക്ഷം. എക്സൈസ് മന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. IOCയുടെ അനുമതിക്ക് മുമ്പേ ഒയാസിസ് കമ്പനിയെ സർക്കാർ ക്ഷണിച്ചു. ഒയാസിസ് കമ്പനിക്കായി സർക്കാർ മദ്യനയം മാറ്റി. എക്സൈസ് മന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ അറിവോടെ ചർച്ച നടത്തിയതെന്നും ഡീൽ ഉറപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കാണാം. IOCയിൽ ഈ കരാറ് വെക്കുന്നത് തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടെൻഡർ വെക്കുമ്പോൾ തന്നെ കേരളത്തിൽ എത്തനോൾ പ്ലാന്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, അനുമതിക്ക് വേണ്ടിയിട്ടാണ് IOCയിൽ വെക്കുന്നത്. 2023 വെക്കുകയാണ്. 2025 അവർക്ക് ഇപ്പോഴാണ് അനുമതി കൊടുത്തത്. അതിനു മുമ്പേ തന്നെ കമ്പനി IOCയുടെ അപേക്ഷയിൽ 2023 അപേക്ഷയിൽ കേരളത്തിൽ തുടങ്ങാൻ ആര് തീരുമാനിച്ചെന്ന് അതിനു മുമ്പ് തന്നെ പറയാണ്. അപ്പോൾ ഇതെല്ലാം ഗൂഢാലോചനയും അഴിമതിയാണ്. മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഇത് ഒരു വലിയ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനിയെ വേറെ ആളുകൾ പരിചയപ്പെടുത്തി ആ കമ്പനിയെ ക്ഷണിച്ച് ഇവിടുത്തെ മദ്യനയം മാറ്റി ഈ കമ്പനിക്ക് മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള അനുമതി കൊടുത്തിരിക്കും. ബ്രൂവറിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി MB രാജേഷ് പക്ഷേ ഒഴിഞ്ഞുമാറി.